നമസ്കാരം, മലയാളത്തിലേക്ക് സ്വാഗതം. ധനസമ്പാദനത്തിലുള്ള മാർഗങ്ങൾ എന്ന് പറയുമ്പോൾ അഡ്വൈസേഴ്സ് എപ്പോഴും 10,000 രൂപ സേവ് ചെയ്യുന്നതിന്റെ കണക്കുകളെ കുറിച്ചാണ് പറയാറുള്ളത്. എന്നാൽ നമുക്കിടയിൽ എത്ര പേർക്ക് ഇങ്ങനെ 10,000 രൂപ മാറ്റിവെക്കാനുണ്ടാവും? പല ആളുകൾക്കും മാസം 10,000 രൂപ ആയിരിക്കും ലഭിക്കുന്നുണ്ടാവുക. ഈ സാഹചര്യത്തിൽ സാധാരണക്കാരന് ഏതെല്ലാം രീതിയിൽ പൈസ സേവ് ചെയ്യാൻ സാധിക്കും? നമുക്ക് ഏറ്റവും കുറഞ്ഞ വരുമാനമുള്ള രണ്ടുപേരെ പരിചയപ്പെടാം. പ്രതാപും നിധിയും സുഹൃത്തുക്കളായിരുന്നു. സാധാരണ കുടുംബത്തിൽ ജീവിച്ചിരുന്ന ഇരുവരും ദിവസവേതനമുള്ള ജോലിക്ക് പോകാൻ തീരുമാനിച്ചു. 500 രൂപയാണ് ശമ്പളം. അങ്ങനെ അവർ ജോലിക്ക് പോയി തുടങ്ങി. നിധി കയ്യിൽ കിട്ടുന്ന 500 രൂപയിൽ നിന്ന് കുറഞ്ഞത് 20 മുതൽ 50 രൂപ വെച്ച് സേവ് ചെയ്യാൻ തീരുമാനിച്ചു. പ്രതാപനാകട്ടെ അങ്ങനൊരു ബുദ്ധി പോയില്ല. അതാത് ദിവസത്തെ ചിലവിന് പണം ഉണ്ടോ എന്നതാണ് ശ്രദ്ധിച്ചത്. നിധിക്ക് വ്യക്തമായ പ്ലാൻ ഉണ്ടായിരുന്നു. അവൻ ആദ്യം ചെയ്തത് സേവ് ചെയ്യുന്ന 50 രൂപയിൽ നിന്ന് 30 രൂപ വീതം വീണ്ടും എമർജൻസി ഫണ്ട് പോലെ മാറ്റിവെച്ചു. അങ്ങനെ ഒരു വർഷം കഴിഞ്ഞപ്പോൾ എമർജൻസി ഫണ്ടായി 10,000 രൂപ സ്വരൂപിക്കാൻ സാധിച്ചു. ഇതിനിടയിൽ നിധി ദിവസവേതനം കൂടാതെ മറ്റൊരു വരുമാനത്തിനുള്ള ശ്രമങ്ങളും നടത്തിയിരുന്നു. അതിനായി തന്റെ സ്കില്ല് വർദ്ധിപ്പിച്ചു. ഇതോടെ ഈ ജോലിക്ക് പുറമെ അവന് മറ്റൊരു വരുമാനം കൂടെ ലഭിച്ചു തുടങ്ങി. 500 എന്ന തുക 1000 ആക്കി ഉയർത്താൻ അവന് സാധിച്ചു. ഇതിൽ നിന്നും 100 രൂപ പോസ്റ്റ് ഓഫീസ് RD സ്കീമിൽ നിക്ഷേപിക്കാനായി മാറ്റിവെച്ചു. അപ്പോൾ മാസം 3000 രൂപ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും. 150 രൂപ പ്രതിദിനം മാറ്റിവെച്ചുകൊണ്ട് മ്യൂച്വൽ ഫണ്ട് നിക്ഷേപത്തിനും നിധി തീരുമാനിച്ചു. അങ്ങനെ 5 വർഷം കഴിഞ്ഞു. പ്രതാപൻ ദിവസേനയുള്ള ചെലവിന് ബുദ്ധിമുട്ടുമ്പോൾ നിധി വിവേകപൂർവ്വം ഒരു തുക എടുത്തു വെക്കാൻ ശ്രദ്ധിച്ചു. 5 വർഷം കഴിഞ്ഞപ്പോൾ പോസ്റ്റ് ഓഫീസ് നിക്ഷേപം ഏകദേശം 2,14,000 രൂപയായി വളർന്നിരുന്നു. മ്യൂച്വൽ ഫണ്ട് നിക്ഷേപം 12% വാർഷിക വളർച്ചയോടെ ഏകദേശം 3,68,000 to 3,70,000 രൂപയായി വളർന്നിരുന്നു. അതായത് 5 വർഷം കൊണ്ട് 5,84,000 രൂപയായി നിധിയുടെ സമ്പാദ്യം വളർന്നു. അതേസമയം പ്രതാപ് ചിലവിന് തന്നെ തികയുന്നില്ല എന്ന് പറഞ്ഞ് നിക്ഷേപത്തിന് മുതിർന്നില്ല. പ്രതാപനെ പോലെയുള്ളവരാണ് നമുക്കിടയിൽ. അച്ചടക്കമുള്ള നിക്ഷേപ രീതി ഉണ്ടെങ്കിൽ ഏത് ചെറിയ തുകയിൽ നിന്നും ഒരു സേവിങ്സ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. പ്രതാപനും നിധിയും മറ്റു പ്രാരാബ്ദങ്ങൾ ഇല്ലായിരുന്നു. പ്രാരാബ്ദങ്ങളുള്ള ഒരു കുടുംബനാഥന്റെ കാര്യം എടുക്കാം. അദ്ദേഹത്തിന് 20,000 രൂപയെ പ്രതിമാസം ശമ്പളം ലഭിക്കുന്നുള്ളൂ എന്ന് കരുതുക. ബജറ്റ് പ്ലാനിംഗ് തന്നെയാണ് അത്യാവശ്യം. ഇവിടെ 50-30-20 റൂൾ നടപ്പാക്കി നോക്കാം. 50%, അതായത് 10,000 രൂപ അത്യാവശ്യങ്ങളായ വാടക, ഭക്ഷണം, കറണ്ട് ചാർജ്, വെള്ളം പോലുള്ള ചെലവുകൾക്ക് മാറ്റിവെക്കാം. 30%, അതായത് 6,000 രൂപ കുട്ടികളുടെ പഠന ചെലവുകൾക്കും അപ്രതീക്ഷിത അസുഖങ്ങൾക്കും എമർജൻസി ഫണ്ട് പോലെ തുക നീക്കിവെക്കാവുന്നതാണ്. ശേഷിക്കുന്ന 20%, അഥവാ 4,000 രൂപ സമ്പാദ്യമോ അല്ലെങ്കിൽ വായ്പയ്ക്കോ ആയി മാറ്റിവെക്കുക. 2 വീലറിന്റെ EMI ഉണ്ടെങ്കിൽ അത് ഇതിൽ നിന്ന് അടയ്ക്കാം. ബാക്കി തുക നിക്ഷേപിക്കാവുന്നതാണ്. നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യങ്ങൾ സർവൈവൽ സ്ട്രാറ്റജി നടപ്പാക്കുകയാണ്. എമർജൻസി ഫണ്ട് കരുതുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. കുടുംബം ഉള്ളതുകൊണ്ട് പെട്ടെന്നൊരു അസുഖമോ സാമ്പത്തിക പ്രയാസമോ വന്നാൽ കടം വാങ്ങരുത്. ആദ്യം ചെയ്യേണ്ടത് ഒരു 30,000 മുതൽ 50,000 രൂപ ഒരു എമർജൻസി ഫണ്ടായി സേവിങ്സ് അക്കൗണ്ടിൽ സൂക്ഷിക്കുക എന്നതാണ്. ഇത് വളരെ പ്രധാനമാണ്. ഇൻഷുറൻസ് എടുക്കുക. കുടുംബനാഥൻ എന്ന നിലയിൽ ഒരു ടേം ഇൻഷുറൻസ് എടുക്കുക. കുറഞ്ഞ പ്രീമിയത്തിൽ വലിയ കവറേജ് നൽകുന്ന ടേം ഇൻഷുറൻസ് എടുക്കുക. അതുപോലെ കുടുംബത്തിന് ഒരു ചെറിയ ഹെൽത്ത് ഇൻഷുറൻസും എടുക്കുക. ഇത് അപ്രതീക്ഷിതമായി വരുന്ന വലിയ ആശുപത്രി ചെലവുകളിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കും. നിക്ഷേപ പദ്ധതികൾക്കായി പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട്, RD, പോസ്റ്റ് ഓഫീസ് RD, SIP എന്നിവ തുടങ്ങാൻ ശ്രമിക്കുക. മാസം 1000 രൂപ വീതം പോലും ഇതിൽ നിക്ഷേപിക്കാം. ദീർഘകാലത്തേക്ക് ഇത് നല്ലൊരു തുകയായി വളരും. പോസ്റ്റ് ഓഫീസിൽ RD തുടങ്ങുന്നതിന് കുട്ടികളുടെ പഠന ചെലവിന് ഗുണം ചെയ്യും. അല്പം റിസ്ക് എടുക്കാൻ തയ്യാറാണെങ്കിൽ മാസം 1000 രൂപ വീതം ഇൻഡെക്സ് മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കാൻ തുടങ്ങുക. ഇത് 10 മുതൽ 15 വർഷം കൊണ്ട് നല്ലൊരു തുകയാകും. നിങ്ങൾക്ക് 10 ലക്ഷം രൂപയുടെ സമ്പാദ്യം കെട്ടിപ്പടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ 20,000 രൂപയിൽ നിന്ന് മാസം 3,000 രൂപയെങ്കിലും നിക്ഷേപിക്കാൻ സാധിച്ചാൽ വർഷം തോറും നിക്ഷേപം 10% ഉയർത്താൻ കഴിഞ്ഞാൽ ഇത് സാധ്യമാണ്. മാസം 3,000 രൂപ ഏകദേശം 15% വരെ ആദായം ലഭിക്കുന്ന ഇൻഡെക്സ് ഫണ്ടുകൾ നിക്ഷേപിക്കാവുന്നതാണ്. ഏകദേശം 12 മുതൽ 13 വർഷം കൊണ്ട് 10 ലക്ഷം രൂപ എന്ന ലക്ഷ്യത്തിലേക്ക് എത്താം. ഈ 20,000 രൂപ എന്നത് നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ തുടരാനുള്ള വരുമാനമല്ല. ജോലിയിൽ കൂടുതൽ കാര്യക്ഷമത നേടി വരുമാനം വർദ്ധിപ്പിക്കുക. കഴിയുമെങ്കിൽ അധികമായി ചെറിയ ജോലികൾ ചെയ്യാൻ ശ്രമിക്കുക. വരുമാനം 25,000 മുതൽ 30,000 ആയി വർദ്ധിച്ചാൽ ഈ 10 ലക്ഷം എന്ന ലക്ഷ്യം 7 മുതൽ 8 വർഷം കൊണ്ട് കൈവരിക്കാം. ദാരിദ്ര്യത്തിൽ നിന്ന് പുറത്തു കടക്കാൻ കഴിച്ചു കൂട്ടൽ പോരാ, മറിച്ച് ആസൂത്രണം കൂടിയേ തീരൂ. സാമ്പത്തിക സ്വാതന്ത്ര്യം എന്നത് ഒരു സുപ്രഭാതത്തിൽ സംഭവിക്കുന്ന മായമല്ല. അത് ഓരോ ദിവസം എടുക്കുന്ന ചെറിയ തീരുമാനങ്ങളുടെ ആകെ തുകയാണ്. ഇന്ന് നിങ്ങൾ മാറ്റിവെക്കുന്ന ആ ചെറിയ തുക നാളെ നിങ്ങളുടെ കുടുംബത്തിന്റെ സുരക്ഷയും കുട്ടികളുടെ വിദ്യാഭ്യാസവും നിങ്ങളുടെ സ്വപ്നങ്ങളുടെ സാക്ഷാത്കരിക്കാനുള്ള കരുത്തായി മാറും. തുടങ്ങാൻ ഇന്ന് തന്നെ തീരുമാനിക്കുക. നിങ്ങൾ 100 രൂപയിൽ തുടങ്ങുന്ന ഈ ചെറിയ യാത്രയായിരിക്കും ഭാവിയിൽ നിങ്ങളുടെ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്കുള്ള വലിയ ചുവടുവയ്പ്.